നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. 2026 മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? മാസഫലം എന്ന് പറയുമ്പോൾ അത് വെറുതെ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് മാത്രമല്ല, ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ്, അവ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, വിവാഹം, ഭാഗ്യം, കരിയർ, ബിസിനസ്, സമ്പത്ത് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2026 മാർച്ച് മാസത്തെ ഇടവൻ രാശിക്കാരുടെ ഗ്രഹനില നോക്കാം. നിങ്ങളുടെ രാശിയെ നയിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഈ മാസം ശുക്രൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 11ാം ഭാവത്തെ ലാഭസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. അതായത് ലാഭവും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഇടം. ഇവിടെ ശുക്രൻ തനിച്ചല്ല നിൽക്കുന്നത്, മറിച്ച് ശനിയോടൊപ്പമാണ്. ശനിയും ശുക്രനും തമ്മിലുള്ള ഈ കൂടിച്ചേരൽ നിങ്ങൾക്ക് ഭാഗ്യവും സ്ഥിരതയും നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ 2ാം ഭാവത്തിൽ അല്ലെങ്കിൽ ധനസ്ഥാനത്ത് ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ഇത് സമ്പത്ത് വർദ്ധിക്കുവാൻ അനുകൂലമായ സാഹചര്യമാണ്. നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ ജോലിയെ സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിലാണ് ഈ മാസം ഏറ്റവും വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. ഇവിടെ ബുധൻ, സൂര്യൻ, രാഹു, ചൊവ്വ എന്നിങ്ങനെ 4 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ വീട്, കുടുംബം, മാനസികമായ സുഖസൗകര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 4ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തെ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തെ ഈ മാസം മികച്ചതാക്കുന്നത്. നമ്മുടെ ജാതകത്തിലെ 1ാം ഭാവത്തെയാണ് ശരീരത്തിന്റെ അടിത്തറ എന്ന് വിളിക്കുന്നത്. നമ്മുടെ രൂപം, ശാരീരികമായ കരുത്ത്, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം ഈ 1ാം ഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ ഈ ഭാവം വളരെ സുരക്ഷിതമാണ്. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. നിങ്ങളുടെ രാശിയെ നയിക്കുന്ന ഈ ഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അതിലുപരി ശുക്രൻ അവിടെ ഉച്ചം എന്ന അവസ്ഥയിലാണ്. ജ്യോതിഷത്തിൽ ഒരു ഗ്രഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കരുത്തുള്ള നിലയാണിത്. രാശ്യാധിപൻ ഇത്രയും ശക്തനായി നിൽക്കുമ്പോൾ ശരീരത്തിന് നല്ല പ്രതിരോധശേഷി ലഭിക്കുകയും ചെറിയ അസുഖങ്ങൾ പോലും നിങ്ങളെ ബാധിക്കാതിരിക്കുകയും ചെയ്യും. ബുധൻ ജാതകത്തിലെ കേന്ദ്രസ്ഥാനത്തും ശനി നേട്ടങ്ങൾ നൽകുന്ന സ്ഥാനത്തും അഥവാ ലാഭസ്ഥാനത്തും നിൽക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സുരക്ഷാ കവചം പോലെ പ്രവർത്തിക്കും. ഈ മാസം ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. മനസ്സിലെപ്പോഴും പോസിറ്റീവായ ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഏത് കാര്യത്തെയും ധൈര്യത്തോടെ നേരിടാൻ ഈ മാനസികാരോഗ്യം നിങ്ങളെ സഹായിക്കും. പ്രധാനമായും നിങ്ങളുടെ ബുദ്ധിശക്തിയെയും ശ്രദ്ധയെയും ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ജാതകത്തിൽ അറിവിനെയും വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നത് 5ാം ഭാവമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 5ാം ഭാവത്തിന്റെ അധിപൻ ബുദ്ധിയുടെയും വിദ്യയുടെയും ഗ്രഹമായ ബുധനാണ്. ഈ മാസം ബുധൻ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് തനിച്ചല്ല, മറിച്ച് രാഹുവിനും ചൊവ്വയ്ക്കുമൊപ്പമാണ്. രാഹു എന്നത് പുകമറ പോലെ പ്രവർത്തിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാൻ കഴിവുണ്ടായിട്ടും ചില സമയങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മനസ്സിന് ഒരു അവ്യക്തത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇതാണ്: നിങ്ങൾക്ക് നല്ല കഴിവും ആത്മവിശ്വാസവും ഉണ്ടാകും. പക്ഷേ അത് പലപ്പോഴും എനിക്കെല്ലാം അറിയാം, ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പരീക്ഷ എനിക്ക് വളരെ എളുപ്പമായിരിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ചിന്തകൾ വന്നാൽ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കുറക്കാനിടയാകും. അതുകൊണ്ട് വിനയത്തോടെയും ഗൗരവത്തോടെയും പഠനത്തെ സമീപിക്കണം. നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിനായി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ മാസം മികച്ച ഫലങ്ങൾ നൽകും. കൃത്യതയോടെ പ്ലാനിങ്ങോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചാൽ ഈ മാസം വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ജാതകത്തിൽ വിവാഹം, ദാമ്പത്യം, ജീവിത പങ്കാളി എന്നിവയെ സൂചിപ്പിക്കുന്നത്
ഏഴാം ഭാവമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഏഴാം ഭാവത്തെ നിയന്ത്രിക്കുന്നത് ചൊവ്വയാണ്. ഈ മാസം ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം എന്നത് പ്രധാനമായും ജോലിയെയും ഔദ്യോഗിക ജീവിതത്തെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. പങ്കാളിയുടെ ഗ്രഹമായ ചൊവ്വ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഈ മാസം അവരുടെ ജോലി കാര്യങ്ങളിൽ വളരെയധികം തിരക്കുള്ളവരായിരിക്കും. പുതിയ പ്രൊജക്റ്റുകളോ കഠിനമായ ജോലിഭാരമോ കാരണം അവർക്ക് വീട്ടിൽ വേണ്ടത്ര സമയം നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ ജോലി തിരക്ക് കാരണം നിങ്ങൾക്കിടയിൽ വൈകാരികമായ സമയം കുറയാൻ സാധ്യതയുണ്ട്. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനോ സന്തോഷം പങ്കിടാനോ ഉള്ള അവസരങ്ങൾ കുറയുന്നത് ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളലോ തണുപ്പൻ മനോഭാവമോ തോന്നിച്ചേക്കാം. ചൊവ്വ എന്നത് ഊർജ്ജസ്വലതയുടെയും ഒപ്പം തന്നെ ദേഷ്യത്തിന്റെയും ഗ്രഹമാണ്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം കാരണം നിങ്ങളുടെ പങ്കാളിക്ക് പെട്ടെന്ന് ദേഷ്യം വരാനോ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥനാകാനോ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ ദാമ്പത്യം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോകും. എങ്കിലും പങ്കാളിയുടെ ജോലി തിരക്കും മാനസിക സമ്മർദ്ദവും മനസ്സിലാക്കി നിങ്ങൾ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. അവർ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതെ സംയമനം പാലിക്കുന്നത് വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സമയങ്ങളിൽ ഒന്നായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ഭാഗ്യത്തെ തീരുമാനിക്കുന്നത് 9ാം ഭാവമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവം മകരൻ രാശിയാണ്. ഇതിന്റെ അധിപൻ ശനിയാണ്. ഈ മാസം ഭാഗ്യാധിപനായ ശനി നിൽക്കുന്നത് ലാഭസ്ഥാനത്താണ്. അവിടെ ശനി നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ജ്യോതിഷത്തിൽ ഇതിനെ വളരെ അപൂർവവും കരുത്തുള്ളതുമായ ഒരു രാജയോഗമായി പരിഗണിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും പൂർണ്ണമായും കൂടെയുണ്ടാകുമെന്നാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. ഇതുവരെ ജോലി ലഭിക്കാത്തവർക്ക് ഈ മാസം പുതിയ ജോലി ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തൊഴിൽ കണ്ടെത്താൻ ഈ മാസം നിങ്ങളെ സഹായിക്കും. നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ എന്നിവ ലഭിക്കാൻ ഈ സമയം അത്യന്തം അനുകൂലമാണ്. കരിയറിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ സഹപ്രവർത്തകരോടോ മേലുദ്യോഗസ്ഥരോടോ തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ലാഭത്തിന്റെ സമയമാണ്. ഇനി പറയുന്ന മേഖലകളിലുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കും. ഇന്റർനെറ്റ് വഴിയുള്ള വ്യാപാരം, ഇ-കൊമേഴ്സ് എന്നിവ, യാത്ര അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഇരുമ്പ്, സ്റ്റീൽ, യന്ത്രസാമഗ്രികൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖല, ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്കും കെട്ടിട നിർമ്മാണ രംഗത്തുള്ളവർക്കും നല്ല വരുമാനം ഈ മാസം ലഭിക്കും. ചുരുക്കത്തിൽ നിങ്ങളുടെ ഭാഗ്യം 10 മടങ്ങ് വർദ്ധിക്കുന്ന മാസമാണിത്. കരിയറിലും ബിസിനസ്സിലും വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. 2026 മാർച്ച് മാസത്തെ സാമ്പത്തിക വിശകലനം ഇനി പറയുന്നു. ലാഭസ്ഥാനത്തെ ശനി ശുക്ര സംയോഗം വഴി ഈ മാസം രാജയോഗം അനുഭവപ്പെടും. ഇത് അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴി തുറക്കും. മാർച്ച് 11 ശേഷം ധനസ്ഥാനത്തെ വ്യാഴത്തിന്റെ വക്രഗതി മാറുന്നതോടെ തടസ്സപ്പെട്ട് കിടന്ന പണം കൈകളിൽ വരികയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും. 10ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം പുതിയ ജോലി ലഭിക്കാനോ നിലവിലെ ജോലിയിൽ ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. ഓൺലൈൻ വ്യാപാരം, ട്രാൻസ്പോർട്ടേഷൻ, റിയൽ എസ്റ്റേറ്റ്, ഇരുമ്പ് സംബന്ധമായ ബിസിനസ്സുകൾ എന്നിവ ചെയ്യുന്നവർക്ക് മികച്ച വരുമാനം ലഭിക്കും. സാമ്പത്തികമായി നല്ല സമയമാണെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.